ധർമ്മടം ബീച്ചാണ്. നമ്മൾ പോകുന്നത് ധർമ്മടം തുരുത്തിലേക്കാണ്. ആ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ഈ ധർമ്മടം എന്ന് പറഞ്ഞ ഈ ഏരിയ എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി റൂട്ടിലാണ്. അവിടെ ധർമ്മടം എന്ന് പറഞ്ഞൊരു കരയുണ്ട്. ആ കരയിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഏരിയയിലേക്ക് വരിക. ഇനിയിപ്പോ വേലിക്കേറ്റ സമയമാണ്, അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ശരിക്കും. ഇനി വേലി ഇറക്ക സമയത്താണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ ബീച്ചിലേക്ക് നടന്നു പോകായിരുന്നു. ധർമ്മടത്തിൽ നമ്മൾ രാവിലെ വന്നിരുന്നു. രാവിലെ വന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ, വേലി ഏറ്റാണ്, നിറച്ച് വെള്ളമാണ്, നമുക്ക് തിരിച്ച് വഞ്ചിയൊക്കെ പിടിക്കേണ്ടി വരുമായിരുന്നു അങ്ങോട്ട് പോകാൻ. അവിടെ ഞങ്ങൾ തിരിച്ചു പോയി. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഈവനിങ്, ഇപ്പൊ വേലി ഇറക്ക സമയമാണ്. അപ്പൊ തിരിച്ചൊരു 4 o'clock ആയിപ്പോ ആ സമയത്ത് വന്നാണ്. ഇപ്പൊ വേലി ഇറക്കാം. ഇപ്പൊ നമുക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളു. ഇപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ നടന്നു പോവാണ്. കൂടെ വന്നു കേട്ടോ. പറയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് കാലൊക്കെ നിർത്തേക്ക് കുഴിയായിരിക്കുവേ. ഒന്ന് സൂക്ഷിച്ചു തരിക. നല്ല രസമുണ്ട് കേട്ടോ. കടലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പറഞ്ഞ എക്സ്പീരിയൻസ് കൊണ്ടാവും. എനിക്ക് പുറയിലൊക്കെ ആൾക്കാരൊക്കെ ലാഴ്ചയായിട്ട് നടന്നു വരുന്നത്. വെറുതെ വെള്ളത്തോടൊക്കെ പയറ് പോലെ നടന്നുകൊണ്ടിരുന്നു. നമ്മൾ എത്തിട്ടോ. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റോക്സ് ഉണ്ട്. ആക്ച്വലി വേലിയേറ്റ എന്ന സമയത്ത് നമുക്കിത് അവിടുന്ന് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ വേലിയിറക്കായതുകൊണ്ട് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഒരു ബ്രൗണിഷ്, ഒരു റെഡിഷ് ബ്രൗൺ റോക്സ് ആണ്. അതിന്റെ കൂടെ സാൻഡി ബീച്ചസ് ആൻഡ് കോക്കനട്ട് ട്രീസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. ധർമ്മടം തുരുത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ എന്തൊക്കെ സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഓടി പഞ്ഞു നോക്കിയിട്ട് വരാം. മണിവർണ്ണൻ ചേട്ടനാണ്. ഇദ്ദേഹത്തിന്റെ മദറിന്റെ ഫാദറിന്റെ ആയിരുന്നു ഈ സ്ഥലം. 6 ഏക്കർ സ്ഥലം ധർമ്മടം തുരുത്ത്. പക്ഷെ മദറിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ. ഇദ്ദേഹം ഇപ്പൊ അതൊരു 10 വർഷം മുമ്പ് അല്ലെ, 98 സർക്കാർ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പേയ്മെന്റ് ഒക്കെ നന്നായിട്ട് കിട്ടിയില്ല? ഇല്ല, വളരെ കുറഞ്ഞ പൈസ കിട്ടി. ഇത് ആക്ച്വലി ഒരു കിണറാണ്. ഈ തുരുത്തിലുള്ള ഒരു കിണറേ ഉള്ളൂ. പക്ഷെ ഇത് സർപ്രൈസിംഗ്ലി ശുദ്ധജലാണ്. വളരെ ക്ലീൻ തണുപ്പുള്ള ശുദ്ധജലം ഇതിലുള്ളൂ. ഇവിടെ നിന്ന് ആ കടലാണേ. കടല് ഒന്ന് കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ. കടലു ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ. അവിടെ കടല്, ഇവിടെ ശുദ്ധജലം കിട്ടുന്ന കിണറും.
നഞ്ച് കലക്കി മീൻ പിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യത്തേക്ക് കേട്ടോ. അത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഞ്ചിന്റെ ചെടിയാണ്, അതിന്റെ വള്ളിയാണിത്. ഇതിന്റെ ഒരു കായുണ്ട്, അത് ജനുവരിയിലാണ് അത് ഉണ്ടാവുക. ആ കായ ഇറ്റ്സ് എ പോയിസൺ അറ്റ് ദ സെയിം ടൈം അത് ആയുർവേദിക് വാല്യൂസ് ഉള്ളതും കൂടിയാ. അത് നമ്മൾ അരച്ചിട്ട് കുറച്ച് പുഴയിലൊക്കെ മീൻ പിടിക്കാൻ നേരത്തെ അരച്ച് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള മീൻ മുഴുവൻ ബോധം കിട്ട് പോകുന്ന പറയുന്നത്. അപ്പൊ മീൻ പിടിക്കാൻ എളുപ്പമാണ്. മരത്തിന്റെ പേര് ചേറ് മരം എന്നാണ്. ഇദ്ദേഹം വളരെ നീറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ വളരെ ഡേഞ്ചറസ് മരമാണ്. ഇതിന്റെ നീര് നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇങ്ങനെ സ്വെല്ല് ചെയ്ത് നീര് വരുന്നതാണ്. നമ്മുടെ മേത്ത് നല്ല സ്വെല്ലിംഗ് ആയിരിക്കും എന്നാ പറയുന്നത്. ലൈക്ക് അങ്കിൾ ബണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നില്ലേ, അതേപോലെ. പിന്നെ ഇതിനൊരു ഓപ്പോസിറ്റ് ഒരു മരുന്നുണ്ട്, അത് താന്നി മരം എന്ന് പറഞ്ഞിട്ട്. അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്, എവിടെയും ഉണ്ട്, കുറച്ച് ദൂരെയാ. ആ താന്നി മരത്തിന്റെ ബാർക്ക് ചെത്തിയിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഇതിന്റെ നീരൊക്കെ പോകുന്ന പറയുന്നത്. ഈ ചെടി കണ്ടോട്ടെ, ശരിക്കും സ്ഥിരമായിട്ട് തല്ല് കിട്ടുന്നവര് ഇതിന് അത്യാവശ്യം ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ചതവിന് പറ്റിയ മരുന്നാണിത്. ചതവിന് പറ്റിയ മരുന്നാ. ഇതിന്റെ പേര് ആമക്കഴുത്ത് എന്നാണ്. ഇത് തിന്നാട്ടോ, വെറുതെ തിന്നൊക്കെ നടക്കാം നമുക്ക് വേണമെങ്കിൽ. മരമുണ്ട്, പുല്ലാഞ്ഞി മരം എന്ന പേര്. നല്ല അടിപൊളി ഒരു സംഭവമാണ്. ആ മരത്തിന്റെ കമ്പ് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് വെള്ളം കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. പുതിയ അത് ചെത്താൻ പോകാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഹെർബൽ ടേസ്റ്റാന്ന് പറയുന്നത് ആ വെള്ളത്തിന്. മുറിച്ചിട്ട് കാറ്റിനെതിരായിട്ട് നിൽക്കണമെന്നാണ്. അത് ശരി. അങ്ങനെ മറ്റേ ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല? ഒരു 2-3 ഡ്രോപ്പ് കിട്ടിയായിരുന്നു. നല്ല ഹെർബൽ ടേസ്റ്റ് ആണ് അല്ലേ? എന്തോ നല്ലൊരു ഹെർബൽ എന്തൊക്കെയോ മരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിച്ചൊരു വെള്ളത്തിന്റെ. ഈ പതിമുഖമൊക്കെ നമ്മൾ തിളപ്പിക്കില്ല, അതിന്റെയൊക്കെ ഒരു പ്യൂരിറ്റി ഫീൽ ചെയ്യുന്നു കഴിക്കുമ്പോ. ഇവര് തേങ്ങ പറിക്കാൻ വേണ്ടി വരുമ്പോ ഇവിടെയൊക്കെ ദാഹിക്കുകയാണെങ്കിൽ ഇവര് ഈ കമ്പ് വെട്ടിയിട്ട് അത്ര വെള്ളം കുടിക്കുക. ഇത്രയുള്ള കമ്പിന്ന് വേനൽക്കാലത്താണെങ്കിൽ 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കിട്ടുന്നു. ശരിയാട്ടത്. ഇപ്പൊ തന്നെ എന്തോരം വെള്ളം വന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇത് മുറിച്ചിട്ട് ഒറ്റ വെട്ടിന് മുറിക്കണം, കാറ്റിനെതിരായിട്ട് പിടിക്കണം. അതൊക്കെയാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെ കാലത്ത് അവർ താമസിച്ചിരുന്ന വീടാ അത്. ഇപ്പൊ ഒന്നുമില്ല, ബാക്കിയായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു ഒരു സെക്ഷൻ മാത്രം ലൈവായിട്ട് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് പണിക്കാർ പണിയെടുക്കുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാനും താമസിക്കാനും കുക്ക് ചെയ്യാനും കിടക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് മാത്രം ഈ ഭാഗം അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ ഒന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഒരു ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ വെള്ളം കയറി തുടങ്ങി. നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും കൂടുതൽ വെള്ളമായി തുടങ്ങി ഇപ്പൊ. അതുകൊണ്ട് വേഗം പോരും. കണ്ണൂർ ജില്ലയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ധർമ്മടം മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും ഇൻട്രസ്റ്റിംഗ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള വിവരമല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കറങ്ങി തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നുവെച്ചാൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു മരമാണ്. ഇത് വെള്ളം കുടിക്കാന്ന് പറഞ്ഞു 2 ഗ്ലാസ് വെള്ളമൊക്കെ കിട്ടും ഇത്ര ഒരു കുട്ടി കഷ്ണം മരത്തിന്ന്. പിന്നെ അതുപോലെ കുറെ മെഡിസിനൽ പ്ലാന്റ്സ്, ഇടി കിട്ടുന്നവർക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാന്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മിസ് ചെയ്തിട്ടാ.